ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ നല്ല പകൽക്കാലത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ മാസം പ്രാർത്ഥനാ മാസമായിട്ട് നമ്മൾ നടത്തുകയാണല്ലോ. പ്രാർത്ഥനയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിജയത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത്. പ്രാർത്ഥനയില്ലെങ്കിൽ നമുക്കൊരിക്കലും ജീവിക്കുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമാണ് ഓക്സിജൻ എന്ന് പറഞ്ഞതുപോലെയാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ആത്മാവിൻ്റെ ഓക്സിജനാണ്. പ്രാർത്ഥനയില്ലാതെ നമ്മുടെ ആത്മാവിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ദൈവവുമായിട്ടുള്ള സംസർഗത്തെയാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തോട് സംസാരിക്കുക. യിരെമ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, എന്നോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ള അർത്ഥമായിട്ടാണ് പ്രാർത്ഥനയെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവാത്മാവ് അറിയിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ ഒത്തിരി പഠിക്കുമ്പോൾ അതിന് പ്രത്യേകമായ പദം കൊടുത്തുകൊണ്ട് ഉത്തരമായിട്ട് സങ്കീർത്തനം 22-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അപ്പോൾ അപേക്ഷയായിട്ട് ദൈവത്തോട്, പിതാവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന യാചനയായിട്ടും ഇവിടെ നമുക്ക് പ്രാർത്ഥന എന്നുള്ള കാര്യത്തെ വീക്ഷിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനയെ പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കാണ് പ്രൊസീച്ചോ. ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയം. ദൈവം മനുഷ്യനെ കണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയമായിട്ടാണ്. ദൈവത്തിൻ്റെ മന്ദിരങ്ങളായിട്ടാണ് ദൈവം തൻ്റെ മക്കളെ പുതിയ നിയമത്തിൽ കണ്ടിരിക്കുന്നത്. എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ അവിടത്തുമായിട്ട് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിട്ട് എല്ലാ വൈകിയ ദിവസവും വൈകുമായിരുന്നു. അവരോട് സംസാരിക്കുമായിരുന്നു. അതമേ, വായേ, അവരുടെ വിശേഷങ്ങൾ തിരക്കി അവരോടൊപ്പം സഞ്ചരിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ ഒരു സംസർഗം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ കാലച്ച് കേട്ടപ്പോൾ മനുഷ്യൻ ഓടി മറയുവാൻ തുടങ്ങി. ദൈവം വിളിക്കുന്നു, ആദമേ, നീ എവിടെ? അപ്പോൾ അവിടെ വെച്ച് ദൈവവുമായിട്ടുള്ള സംസർഗം ആദമിന് നഷ്ടപ്പെടുകയാണ്. എന്നാൽ അപ്രകാരം തന്നെ മനുഷ്യന് കഷ്ടതയിലേക്ക് കടന്നു പോവുകയാണ്. കഷ്ടതയുടെ നടുവിലൂടെ മനുഷ്യൻ കടന്നുപോയി. വളരെയധികം കഷ്ടപ്പാടിലൂടെ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അപ്രകാരം കഷ്ടപ്പെട്ട മനുഷ്യൻ വളരെ തകർച്ചയിലൂടെ കടന്നു പോകുകയാണ്. എന്നാൽ ഈ തകർച്ചയെ മാറ്റുവാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തെ സ്നേഹിച്ച പഴയ നിയമ ഭക്തന്മാർ പലരും വളരെ തകർച്ചയിലൂടെ പോയവരാണ്, വേദനയിലൂടെ പോയവരാണ്. ആദിപിതാക്കന്മാർ പാപനിമിത്തം തകർച്ചയിലേക്ക് പോയപ്പോൾ, എന്നാൽ തൻ്റെ മക്കൾ നീതിമാനും വിശുദ്ധനുമായി ജീവിച്ച മക്കൾക്കും തകർച്ചകൾ നേരിടുവാനായിട്ടിടയായിത്തീർന്നു. വചനം പഠിക്കുമ്പോൾ യാക്കോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 5-ാം അധ്യായം 13 നമ്മൾ പഠിക്കുമ്പോൾ, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന് യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ സഭയോട് പറയുകയാണ്. അന്നത്തെ സഭ മുഴുവനും വളരെയധികം കഷ്ടതയിലൂടെ കടന്നുപോയ സഭയായിരുന്നു. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ സഭയോട് പറയുകയാണ്, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഈ ദിനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി കഷ്ടത്തിലൂടെ പോകുന്നവരാണ്. നമ്മുടെ കുടുംബങ്ങൾ ഒത്തിരി കഷ്ടത്തിലൂടെ പോകുന്നവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവസഭയുടെ, ദൈവമക്കളുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒത്തിരി മക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കുടുംബത്തിനകത്ത് കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്, സ്കൂളിനകത്ത് കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്, യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം കഷ്ടങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ മക്കളുണ്ട്. എന്നാൽ അവരെ ഓർത്തിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവരെ ചൊല്ലി കരയുക, അവരെ ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ദിനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് മറുപടികൾ തരിക തന്നെ ചെയ്യും. ഒന്നാമതായിട്ട് കഷ്ടമനുഭവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഏറ്റവും നീതിമാനായിരുന്ന മനുഷ്യൻ, ഓസ് ദേശത്തിൽ വളരെ നീതിമാനായവൻ, നിഷ്കളങ്കനായവൻ, ദോഷമിട്ടകർന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ താൻ എപ്പോഴും യാഗം നടത്തുന്ന മനുഷ്യനായിരുന്നു. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അത്രയ്ക്ക് ദൈവഭക്തനായിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ടങ്ങൾ നേരിടുവാനായിട്ടിടയായിത്തീർന്നു. കഷ്ടതയുടെ കൊടുംചൂളയിലൂടെ താൻ കടന്നുപോയി. എല്ലാവരും വന്ന് പറയാൻ തുടങ്ങി, നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ നടക്കുന്നത്? ഇത്രയും കഷ്ടം അനുഭവിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച് സ്വന്തം ഭാര്യ പോലും വന്ന് പറയുകയാണ്, ഈ ദൈവത്തെ തള്ളിപ്പറ. എന്നാൽ
താൻ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി താൻ യാഗം നടത്തുക പതിവായിരുന്നു. ആണ്ടുകൾ തികയുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി താൻ യാഗം നടത്തുക പതിവായിരുന്നു. എന്താ യാഗമെന്ന് കാണണ്ടേ? എല്ലാ മക്കളെയും കൂട്ടി വരുത്തിയിട്ട് ഏത് കുഞ്ഞിൻ്റെയാണോ ആണ്ട് തികയുന്നത് അന്നേ ദിവസം ആ കുഞ്ഞിന് വേണ്ടി വീട്ടിൽ താൻ യാഗം നടത്തുമായിരുന്നു. എന്താ യാഗമെന്നറിയാമോ? ആ കുഞ്ഞ് പാപം ചെയ്ത് ദൈവസന്നിധിയിൽ വിട്ടുപോയോ എന്ന് ചിന്തിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് താൻ പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു പതിവ് യോബിൻ്റെ ജീവിതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വിട്ടുപോയോ എന്ന് ചിന്തിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കടമ നമ്മുടെ മാതാപിതാക്കൾക്കുള്ളതാണ്. നമ്മൾ നീതിയോടെ ജീവിക്കുന്നവരാണ്, നിഷ്കളങ്കതയോടെ ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ മക്കളെ പിശാച് വേട്ടയാടാൻ സാധ്യതയുണ്ട്, പാപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവർ പാപം ചെയ്ത് ദൈവസന്നിധി വിട്ടുപോയോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അതിനുവേണ്ടി യാഗം നടത്തേണ്ടതിൻ്റെ അത്യാവശ്യം ഈ ദിനങ്ങൾ ഏറ്റവും വിലയേറിയതായിരിക്കുകയാണ്. അതുകൊണ്ട് ഒട്ടും തന്നെ നമ്മൾ സമയം കളയാതെ മക്കളെല്ലാം കൂട്ടിവരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി യാഗം നടത്തുവാനും ഈ ദിനങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ ചെയ്താൽ നിശ്ചയമായും നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കപ്പെടും. എന്നാൽ ഇതെല്ലാം ചെയ്തു പോയ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെടുകയാണ്. ഒരു തകർച്ചയിലൂടെ താൻ കടന്നു പോകുകയാണ്. തനിക്കുണ്ടായിരുന്ന 10 മക്കൾ ഈ ലോകം വിട്ടു പോകുകയാണ്. തനിക്കുണ്ടായിരുന്ന ആടുമാടുകൾ, ഒട്ടകങ്ങൾ, കഴുതകൾ എല്ലാം നഷ്ടപ്പെട്ടു പോകുകയാണ്. നിഷ്കളങ്കനായി നടന്നവൻ, നേരോടെ നടന്നവൻ വളരെ തകർച്ചയിലൂടെ കടന്നു പോകുകയാണ്. തൻ്റെ ജീവിതം വളരെയധികം വേദനയിലൂടെ കടന്നു പോകുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവനായി ഇരിക്കുമ്പോൾ താൻ ദൈവഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ വിട്ടുകളയാതെ മുന്നോട്ട് പോവുകയാണ്. 42-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 8 മുതൽ നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, യോബിനോട് തൻ്റെ കൂട്ടുകാർ അടുത്ത് വരികയാണ്. ദൈവം തൻ്റെ സ്നേഹിതന്മാരോട് പറയുകയാണ്, നിങ്ങൾ അവിടെ ചെല്ലുക, കാളകളെ കൊണ്ടുപോയി യാഗം നടത്തുക, യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ദൈവം തൻ്റെ സ്നേഹിതന്മാരോട് അരുളി ചെയ്യുകയാണ്. അപ്രകാരം തൻ്റെ സ്നേഹിതന്മാർ അവിടെ ചെല്ലുകയാണ്. കാളകളെയും കൊണ്ട് യാഗം നടത്തുവാൻ യോബിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. നാളിതുവരെ തകർന്നിരുന്ന മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വാസത്തിൻ്റെ നാമ്പുകൾ കൊടുത്തു. താൻ പറയുകയാണ്, എൻ്റെ കർത്താവ് ജീവിക്കുകയാണ്, എൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ ചുവടുകൾ താൻ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നോക്കിയേ, യോബിൻ്റെ ജീവിതം വളരെ കഷ്ടതയിലാണ്, വളരെ തകർച്ചയിലാണ്. ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടിരിക്കുകയാണ്. എങ്കിലും ദൈവം യോബിൻ്റെ ജീവിതത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. ഇതിലങ്ങൾ പ്രിയരെ, നാം തകർച്ചയിലായിരിക്കാം, വേദനയിലായിരിക്കാം, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം. എന്നാൽ പ്രാർത്ഥിപ്പാൻ മനസ്സുണ്ടെങ്കിൽ താഴോട്ട് നമ്മൾ കാണുന്നു, യോബിൻ്റെ പിൻകാലത്തെ ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റപ്പെട്ടു. പ്രിയരെ, യോബിൻ്റെ ജീവിതം പിൻകാലമെന്നും മുൻകാലമെന്നും അറിയപ്പെട്ട നിലവാരത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ യോബിൻ്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കുകയാണ്. കാരണം എന്തെന്നറിയാമോ? യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതിനങ്ങളിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ പോകുകയാണ്. ഒരുപക്ഷെ നാം തകർച്ചയിലായിരിക്കാം, ഒരുപക്ഷെ നാം വേദനയിലായിരിക്കാം, നമുക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഒന്നുമില്ലാതെ സീറോയിലായിരിക്കാം. എന്നാൽ ദൈവം നമ്മളെ പണിയുവാൻ പോകുകയാണ്. താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ യോബിൻ്റെ ഭവനത്തിലേക്ക് ദൈവം കടന്നു വരികയാണ്. ദൈവം അവൻ്റെ മുഖത്തെ ആദരിക്കുവാൻ തുടങ്ങുകയാണ്. യോബിൻ്റെ മുഖത്തെ അവിടെ നിന്ന് ആദരിപ്പാനിടയായി. യോബിൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിപ്പാൻ തുടങ്ങിയപ്പോൾ അവൻ ഇരട്ടിയായി ദൈവം മാനിക്കുവാൻ തുടങ്ങി. അവർ വീട്ടിൽ ഭക്ഷണം കഴിക്കുവാൻ ആൾക്കാർ കടന്നു വരാൻ തുടങ്ങി. ഇതുവരെ ഒരു നേരത്തെ ആഹാരമില്ല. ആഹാരം കഴിക്കുവാനായിട്ട് ആൾക്കാർ ഇതാ കടന്നു വരികയാണ്. തൻ്റെ സ്നേഹിതന്മാർ കടന്നു വരികയാണ്. തൻ്റെ സഹോദരങ്ങൾ കടന്നു വന്നിട്ട് തനിക്ക് മോതിരം കൊടുക്കുകയാണ്, സ്വർണ്ണങ്ങൾ കൊടുക്കുകയാണ്. നോക്കിയേ, അവൻ്റെ ജീവിതം ഇതുവരെ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യനില്ല. എന്നാൽ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് അവനെ ആദരിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ജീവിതം മറിയുവാൻ തുടങ്ങി. ഇതുവരെ ഇല്ലാത്ത ആഹാരം അവൻ കഴിക്കുവാൻ തുടങ്ങി. നഷ്ടപ്പെട്ടു പോയ സ്നേഹിതരത മടങ്ങി വരികയാണ്. സഹോദരങ്ങൾ മടങ്ങി വരികയാണ്. അവന് വേണ്ടിയതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ഇതാണ് പേരെ പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥനയുടെ മറുപടി. അതൊന്നും കൊണ്ട് തീരുന്നില്ല. നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ 14,000 ആടുകളെ ദൈവം തിരിച്ചു കൊടുക്കുകയാണ്. 6,000 ഒട്ടകങ്ങളെ ദൈവം തിരിച്ചു കൊടുക്കുകയാണ്. 1000-ഓളം ഏർക്കാളയെ ദൈവം തിരിച്ചു കൊടുക്കുകയാണ്. അതുപോലെ 1000-ഓളം വരുന്ന പെൺകഴുതകളെ ദൈവം തിരിച്ചു കൊടുക്കുകയാണ്. എന്തൊക്കെ യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം ദൈവം ഇരട്ടിയായി അവന് മടക്കി കൊടുക്കുകയാണ്. അതാണ് പ്രിയരെ പ്രാർത്ഥനയുടെ ശക്തി.
നമ്മൾ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും വൃഥാവാകത്തില്ല. ഒരുപക്ഷേ ഈ തകർച്ചയിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, വേദനയിലൂടെ ആയിരിക്കാം നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ തകർച്ചയിലുള്ള പ്രാർത്ഥന ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. ദൈവം നിങ്ങളെ മാനിക്കുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. പ്രാർത്ഥനയുടെ മറുപടി എത്രയും വേഗം ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് തരുവാനിടയായിത്തീരും. അതുകൊണ്ട് തീരുന്നില്ല, അവൻ മുൻകാലത്തേക്കാൾ അധികം ദൈവം അനുഗ്രഹിക്കുകയാണ്. അവൻ്റെ മുൻകാലം പഠിച്ചു നോക്കിയാൽ വളരെ കഷ്ടമുള്ള ജീവിതമാണ്, വേദനയുള്ള ജീവിതമാണ്. എന്നാൽ അതിനേക്കാൾ ദൈവം തൻ്റെ പിൻകാലത്തെ ഇരട്ടിയായിട്ട് ദൈവം അനുഗ്രഹിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തീരുന്നില്ല, തൻ്റെ മക്കളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 10 മക്കളെയും ദൈവം അവന് തിരിച്ചു നൽകുകയാണ്. തലമുറകളെ തിരിച്ചു നൽകുന്ന ദൈവമുണ്ട്. ഇതിനങ്ങൾ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോയി നമ്മൾ ചിന്തിച്ചിരിക്കാം. എന്നാൽ ദൈവം ഇതാ തലമുറകളെ മടക്കി നൽകുകയാണ്. ഒത്തിരി മാതാപിതാക്കൾ തലമുറകളെ ഓർത്ത് വേദനിക്കുന്നവരാണ്. നഷ്ടപ്പെട്ടു പോയി, ഇനി സാധ്യതയില്ല, ഇനി തിരിച്ചു കിട്ടത്തില്ലെന്ന് ചിന്തിച്ചിരുന്നു. യോബും അങ്ങനെ ചിന്തിച്ചിരുന്നു. എന്നാൽ യോബിനിതാ നഷ്ടപ്പെട്ടു പോയ മക്കളെ ദൈവം തിരിച്ചു കൊടുക്കുകയാണ്. 10 പേരെയും ദൈവം തിരിച്ചു മടക്കി കൊടുക്കുകയാണ്. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത് സൗന്ദര്യമുള്ള പെൺമക്കളെയാണ്. ഏറ്റവും സുന്ദരിമാരായ പെൺമക്കളെ ദൈവം തിരിച്ചു കൊടുക്കുകയാണ്. ഇതിനങ്ങളിൽ നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് വളരെയധികം ചിന്താഗതികളുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ പെൺമക്കൾക്ക് അവിടെ അവർ ഒന്നും കൊടുക്കാറില്ല. അവകാശങ്ങൾ വളരെ കുറവാണ്. ആൺമക്കൾക്കാണ് അന്നത്തെ യഹൂദന്മാർ കൂടുതൽ അവകാശങ്ങൾ കൊടുത്തിരുന്നത്. പെൺമക്കളെ വളരെ താഴ്ന്ന നിലവാരത്തിൽ കണ്ടിരുന്ന സമൂഹമായിരുന്നു. എന്നാൽ അവിടെ താഴെ എഴുതിയിരിക്കുന്നു, ഇയ്യോബ് തൻ്റെ പെൺമക്കൾക്കും അവകാശങ്ങൾ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയരെ, ഈ ദിനങ്ങളിൽ നമ്മുടെ തലമുറകൾക്കുള്ള അവകാശങ്ങൾ ദൈവം നൽകുവാനായിട്ട് ഇടയായിത്തീരും. അതെങ്ങനെ സാധിക്കും? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള നന്മകളെ ഒരുക്കി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. പിന്നെ നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അവൻ കാലസമ്പൂർണനായിട്ട് വിട ചൊല്ലുകയാണ്. ഇനി ഒരിക്കലും കാലസമ്പൂർണത കാണുകയില്ലെന്ന് ചിന്തിക്കുമ്പോൾ തൻ്റെ ജീവിതം ഇതാ വാർദ്ധക്യത്തിനോട് അടുക്കുകയാണ്. വാർദ്ധക്യം കാണുകയില്ല ചിന്തിച്ച സ്ഥാനത്ത് ദൈവം ഒരു നല്ല കാലസമ്പൂർണത കൊടുത്തു. നല്ല വാർദ്ധക്യം ദൈവം അവന് കൊടുത്തു. അപ്രകാരം മക്കളെ കണ്ടു, കൊച്ചുമക്കളെ കണ്ടു. അപ്രകാരം മക്കളുടെ മക്കളെയും കണ്ട് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് യോബ് മടങ്ങിപ്പോവുകയാണ്. എന്താണ് പ്രിയരെ? അതാണ് പ്രാർത്ഥനയുടെ ശക്തി. നമ്മൾ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, നമ്മൾ കണ്ണുനീരോടെ നുറുക്കത്തോടെ കർത്താവിൻ്റെ അടുക്കൽ ഇരിപ്പാൻ നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുക തന്നെ ചെയ്യും. എല്ലാ മേഖലകളിലും യോബിൻ്റെ ജീവിതം നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. തകർച്ചയുടെ നടുവിലും പ്രാർത്ഥിപ്പാൻ നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മളെ മാനിക്കുവാൻ തയ്യാറാണ്. അടുത്തൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ കാണുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിലാണ്. അവിടെ ഒരാളെ കാണുന്നു, ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ. യേശു കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ കണ്ട പ്രവചനമാണത്. താൻ ദർശിക്കുകയാണ് ഇതാ ഒരു ദൈവപുത്രനെ കുറിച്ച്. ആ കർത്താവ് അന്ന് ഈ ലോകത്തിൽ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ കർത്താവ് വരുന്നതിന് മുമ്പേ പ്രവാചകനിലൂടെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ആ ദൈവപുത്രൻ, ദൈവമായിരുന്നവൻ ദൈവത്തെ മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഈ ലോകത്തിൽ വന്ന് 33.5 വർഷം ഈ ലോകത്തിൽ വസിച്ച് അനേകരെ വിടുവിച്ച് അനേകർക്ക് ആശ്വാസം നൽകി 33.5 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഗദശമനയിലേക്ക് താൻ പോകുകയാണ്. ഗദശമനയിൽ താൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. കഴിയുമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം നീക്കിത്തരണമേ എന്ന് പിതാവിനോട് കേണപേക്ഷിച്ചു. ശബ്ദമിതായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി താൻ ഏൽപ്പിച്ച് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി അവിടെ വീഴുവാൻ തുടങ്ങി. അതുമുതൽ താൻ കഷ്ടം അനുഭവിക്കാൻ തുടങ്ങി. തകർച്ചയിലൂടെ താൻ പോകുവാൻ തുടങ്ങി. ഒരു പാപവും ചെയ്യാത്ത മനുഷ്യൻ, ഒരു പാപവും ചെയ്യാത്ത കർത്താവ് ഇതാ പാപത്തെ ചുമന്നുകൊണ്ട് ഗദശമന മുതൽ ഗോൽഗോഥോയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഈ ലോകത്തിന് മുഴുവൻ പാപത്തെയും ചുമന്നുകൊണ്ട് യേശു കർത്താവ് തകർച്ചയിലേക്ക് പോവുകയാണ്. യെശയ്യാവ് എഴുതി വച്ചിരിക്കുന്നു, ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടു. താൻ തകരുവാൻ തുടങ്ങി. താൻ വേദനിക്കുവാൻ തുടങ്ങി. പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്ന് അപേക്ഷിക്കുവാൻ തുടങ്ങി. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അപ്പയോട് താൻ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. പിതാവിനോട് പ്രാർത്ഥിച്ചു. തന്നെ ബലപ്പെടുത്താൻ ദൂതന്മാർ അവിടെ ഗദശമനയിൽ ഇറങ്ങി വന്ന് താൻ ബലത്തോടെ എഴുന്നേൽപ്പാനിടയായി. താൻ മുന്നോട്ട് നീങ്ങുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? നമുക്ക് വേണ്ടി
ഒരു ഉയർച്ച നൽകാൻ, നമ്മുടെ സാക്ഷാലോകങ്ങളെ വഹിച്ചുകൊണ്ട് വേദനകളെ ചുമന്നുകൊണ്ട് ഇതാ യേശു കർത്താവ് നടക്കുവാൻ തുടങ്ങി. റോമ പടയാളികൾ തന്നെ പിടിച്ചുകൊണ്ട് ആ കൽത്തറങ്ങിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ച് തന്നെ ആഞ്ഞടിക്കുവാൻ തുടങ്ങി. ഗതശമന മുതൽ തന്നെ കിട്ടിയതായ അടികൾ, ആക്രമണങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു. മാറി മാറി കോടതികൾ വിസ്തരിച്ച് ഇവൻ ഒരു തെറ്റും ഇല്ല എന്ന് രാജാക്കന്മാർ വിളിച്ചു പറഞ്ഞു. പീലാത്തോസ് അവസാനം പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ ഒരു പങ്കുമില്ല, താൻ കൈകൾ കഴുകുകയാണ്. പ്രിയരെ, ഇതാണ് ലോകം. ഈ ലോകം സത്യത്തിന് വില കൊടുക്കാറില്ല. എന്നാൽ സത്യമായ കർത്താവ് ഇതാ നമുക്ക് വേണ്ടി ഗൊൽഗോഥയിലേക്ക് നടന്നുകയാണ്. ദുഷ്ടനായ ബറബ്ബാസിനെ ഈ ലോകം ഏറ്റെടുക്കുകയാണ്. നീതിമാനായ കർത്താവ് കഷ്ടം അനുഭവിക്കുവാനായി, തകർച്ച നേരിടുവാനായി കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട്, നമ്മുടെ വേദനകളെ ചുമന്നുകൊണ്ട് കർത്താവിത യെരുശലേമിൻ്റെ തെരുവീതിയിലൂടെ നടന്നു നീങ്ങുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? നമുക്ക് സൗഖ്യം തരാൻ, നമുക്ക് ഉയർച്ച തരാൻ. ആ കർത്താവ് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. നമുക്ക് വേണ്ടി ഒരുമിച്ച് താൻ പ്രാർത്ഥിച്ചു. ഒത്തിരി തവണ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ച കർത്താവ് അവസാനമായി താൻ ഗതശമനയിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരെയൊക്കെ കാത്തുകൊള്ളുമാറാകണമേ, ഇവരെല്ലാവരെയും ദുഷ്ടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുമാറാകണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചിട്ടാണ് ഗതശമനയിലേക്ക് പോയത്. പ്രിയരെ, ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. നമ്മുടെ കർത്താവ് പ്രാർത്ഥനാ വീരനായിരുന്നു. രാത്രിയിലെല്ലാം താൻ പ്രാർത്ഥനയ്ക്കായി നിർജ്ജന പ്രദേശത്ത് പോകുമായിരുന്നു. നമ്മുടെ കർത്താവ് എന്തെല്ലാം ചെയ്തോ അതിനു മുമ്പായിട്ടെല്ലാം പ്രാർത്ഥനയോടെയാണ് മുന്നോട്ട് പോയത്. പ്രാർത്ഥനയില്ലാത്തൊരു നിമിഷം കർത്താവിനില്ലായിരുന്നു. തൻ്റെ ജീവിതം തന്നെ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച നല്ലൊരു മാതൃകയുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. ആകയാൽ നമുക്ക് വെച്ചിരിക്കുന്ന ഒരു മാതൃക പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നമുക്ക് പിന്തുടരുവാൻ നല്ലൊരു മാതൃക താൻ വെച്ചു പോയിരിക്കുന്നു. 1 പത്രോസ് എഴുതിയ ലേഖനം അതിൽ 2-ാം അധ്യായം 21 മുതൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന മാതൃകയെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. താൻ കഷ്ടം അനുഭവിച്ച്, വേദന അനുഭവിച്ചിട്ട് താഴോട്ട് 24-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൻ്റെ മേൽ കയറി, അവിടുത്തെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇത് തന്നെയാണ് യെശയ്യാ പ്രവാചകനും വിളിച്ചു പറഞ്ഞത്. യെശയ്യാ പ്രവാചകൻ കണ്ട ദർശനം ഇവിടെ പത്രോസ് അപ്പോസ്തലനും വിളിച്ചു പറയുകയാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ആ ക്രൂശ് എടുപ്പാനിടയായി. എങ്ങനെ അതിന് കഴിഞ്ഞു എന്ന് ഓർത്താൽ തൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. കഠിന വേദനയിലായിരുന്നു ഗതശമനയിൽ. തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് താൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഗതശമനയിൽ പോയി. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ശിഷ്യന്മാരെല്ലാം വളരെയധികം ക്ഷീണിതരായി ഉറങ്ങുകയാണ്. അവരോടൊന്ന് പറയുകയാണ്, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പേൻ. കർത്താവ് അല്പം കൂടെ ദൂരെ പോയിരുന്ന് പിന്നെയും പ്രാർത്ഥിപ്പാൻ തുടങ്ങി. എന്തിനെന്നറിയാമോ? കർത്താവ് പ്രാർത്ഥിച്ചത് നമ്മുടെ വേദനകളെ മാറ്റാൻ വേണ്ടി, നമ്മുടെ കഷ്ടതകളെ മാറ്റാൻ വേണ്ടി. വരാൻ പോകുന്ന ആ വലിയ ക്രൂശ് ചുമക്കണമെങ്കിൽ ആ പ്രാർത്ഥനാ ജീവിതം ഏറ്റവും അനിവാര്യമായിരുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവ് പ്രാർത്ഥനയിലൂടെയാണ് ഈ ലോകത്തിൻ്റെ മുഴുപാപത്തെയും ചുമന്നൊഴിച്ചത്. പ്രാർത്ഥനയിൽ കൂടെ ലഭിച്ച ശക്തി മുഖാന്തരമാണ് കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമക്കുവാനുള്ള ശക്തി ആർജിച്ചെടുത്തത്. നമ്മുടെ സാക്ഷാലോകങ്ങളെ വഹിക്കുവാൻ, നമ്മുടെ വേദനകളെ ചുമക്കുവാൻ കർത്താവ് സംഭരിച്ച ശക്തി തൻ്റെ പ്രാർത്ഥനാ മേഖലയിലായിരുന്നു. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ടിടയായിത്തീരും. ഈ ദിനങ്ങളിൽ ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായി നമുക്കായിരിക്കുന്ന ഇടങ്ങളിൽ ഒരുപക്ഷെ വേദനയായിരിക്കാം, ഗതശമന പോലത്തെ വേദനാജനകമായ സാഹചര്യമായിരിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് ചിന്തിക്കുമായിരിക്കാം. ഭാരപ്പെടേണ്ട, കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. കർത്താവിനെ ബലപ്പെടുത്താൻ ദൂതന്മാരവിടെ ഗതശമനിൽ ഇറങ്ങി വന്നതുപോലെ കർത്താവ് നമ്മളെ ബലപ്പെടുത്താനായി നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ വാഗ്ദത്തം അതാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആ കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് ഏൽപ്പിച്ചിട്ട് പോയത് ശിഷ്യന്മാരെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉണർന്ന് പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പോവുകയാണ്, പോയില്ലെങ്കിൽ കാര്യസ്ഥൻ വരികയില്ല. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. അതുകൊണ്ട് ആ കാര്യസ്ഥൻ വന്ന് പ്രാർത്ഥിക്കാനായി നിങ്ങളെ സഹായിക്കും. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന 8-ാം അധ്യായത്തിൽ
നാം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് എന്നറിയുന്നില്ല. എന്നാൽ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രാർത്ഥിപ്പാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. ആ പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ടിടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിപ്പാനുള്ള ശക്തിയെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് തരുവാനായിട്ടിടയായിത്തീരും. ഉദാഹരണമായി നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത് ഏലിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. യാക്കോബ് അപ്പോസ്തലൻ അത് എടുത്തു പറയുകയാണ്. 5-ാം അധ്യായത്തിൽ എടുത്തു പറയും. നമ്മൾ ആദ്യമായി ചിന്തിച്ച വാക്യം അതാണ്: നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. യാക്കോബ് അപ്പോസ്തലൻ അത് സഭയെ പഠിപ്പിക്കുമ്പോൾ താഴോട്ട് നമുക്ക് യാക്കോബ് പിന്നെയും പറയുന്നത് ഏലിയാവിൻ്റെ ഉപമയാണ്. അതിനു മുൻപേ താൻ പറയുന്നു, നിങ്ങൾ കഷ്ടതയിൽ പ്രാർത്ഥിക്കണം. കഷ്ടത വരുമ്പോൾ പ്രാർത്ഥന കുറയ്ക്കുകയല്ല, പ്രാർത്ഥനയിൽ നിങ്ങൾ മുന്നേറണം. ഈ ദിനങ്ങളിൽ പ്രാർത്ഥനയിൽ നമ്മൾ മുന്നേറുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായിത്തീരും. താഴോട്ട് പറയുകയാണ്, നിങ്ങളിൽ രോഗിയായിരിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് വേണ്ടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പാപങ്ങളെക്കുറിച്ച് ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം. എന്നിട്ട് പറയുകയാണ്, സഭയിലെ മൂപ്പന്മാരെ വരുത്തി എണ്ണ പൂശി പ്രാർത്ഥിക്കണം. എന്താണ് പ്രിയരെ അത് നമ്മളെ വീക്ഷിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ നമുക്ക് അവരെ മുദ്രയിട്ട് പ്രാർത്ഥിപ്പാൻ കഴിയണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവർ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരും. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തി പാപങ്ങളെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വിടുതൽ അവിടെ ചലിക്കുവാനിടയായി. യാക്കോബ് എടുത്തു പറയുകയാണ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ ദൈവം നമ്മളെ വിടുവിക്കുവാനിടയായിത്തീരും. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബ് എടുത്തു പറയുകയാണ്, പാപങ്ങളെ ക്ഷമിച്ച് ദൈവം ആ വ്യക്തിയെ എഴുന്നേൽപ്പിക്കും. അവിടെ രോഗസൗഖ്യം നൽകുവാനായിട്ടിടയായിത്തീരും. എന്നിട്ട് താൻ താഴോട്ട് എടുത്തു പറയുന്നൊരു ഉദാഹരണമാണ് ഏലിയാവിൻ്റെ ജീവിതം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവ് നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. താനിതാ പ്രാർത്ഥനയ്ക്കായിട്ട് കർമ്മേലിൻ്റെ മലമുകളിൽ കയറുകയാണ്. മറുഭാഗത്ത് ഏകദേശം 850ഓളം പ്രവാചകന്മാർ, അശേരയുടെയും ബാലിൻ്റെയും പ്രവാചകന്മാർ ഒരു ഭാഗത്തിരിക്കുമ്പോൾ താൻ ഏകനായിട്ട് ഒറ്റയ്ക്കിരിക്കുകയാണ്. തന്നോടുകൂടെ ആരും പ്രാർത്ഥിപ്പാനില്ല. ഒരു മനുഷ്യൻ തൻ്റെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ താൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിനെന്നറിയാമോ? ദൈവം ആരെന്ന് വെളിപ്പെടുത്താൻ. തൻ്റെ പേര് വെളിപ്പെടുത്താനല്ല, തൻ്റെ നാമം വെളിപ്പെടുത്താനല്ല, ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് വെളിപ്പെടുത്താൻ, തീ കൊണ്ട് ഉത്തരവരുള്ള ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താൻ. ഇതാ കർമ്മേലിൻ്റെ മലമുകളിൽ ഒരു ഭാഗത്ത് അശേരയുടെയും ബാലിൻ്റെയും അവിടെ മുറവിളികൾ നടക്കുമ്പോൾ, അവർ അവരുടെ ബിംബങ്ങളോട് നിലവിളിക്കുമ്പോൾ വൈകിട്ടും പ്രാർത്ഥനയുടെ മറുപടി അവർക്ക് കിട്ടിയില്ല. കാരണം എന്തെന്നറിയാമോ? മറുഭാഗത്ത് മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ മുഖം 2 മുട്ടുകളുടെയും നടുവിലേക്ക് വെച്ചുകൊണ്ട് താനിതാ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയരെ, അതാണ് നമുക്ക് മാതൃക. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ അവിടെ ഇതാ ദൈവത്തെ വെളിപ്പെടുത്താൻ താൻ അവിടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ മറുപടി അവിടെ ഇതാ ഇറങ്ങി വരികയാണ്. തീ കൊണ്ട് ഉത്തരമുള്ള ദൈവത്തെ തൻ്റെ പ്രാർത്ഥന കൊണ്ട് അവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയരെ, ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുകയില്ല. നമ്മൾ വ്യവസ്ഥയോടെ പ്രാർത്ഥിപ്പാൻ തുടങ്ങിയാൽ, നമ്മൾ ദൈവം പറയുന്നതനുസരിച്ച് പ്രാർത്ഥിപ്പാൻ തുടങ്ങിയാൽ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. നമ്മൾ ദൈവത്തെ ഉയർത്തുവാനാണ് പ്രാർത്ഥിപ്പാനായി മുട്ടുമടക്കിയതെങ്കിൽ, ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് പ്രാർത്ഥിപ്പാൻ മുട്ടുമടക്കിയതെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അതിനു മുൻപായിട്ട് ദൈവം എലിയാവിനെ ശക്തമായിട്ട് ഉപയോഗിക്കുകയാണ്. എലിയാവ് കൊട്ടാരത്തിൽ പോയിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ട് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. പ്രിയരെ, നോക്കിയ ഒരു ഭക്തൻ്റെ ജീവിതം പ്രാർത്ഥനയുടെ ശക്തിയുടെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് അവിടെ കാണാൻ കഴിയുന്നത്. താൻ പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ് കൊട്ടാരത്തിൽ പോയിട്ട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇത് സംഭവിക്കത്തില്ല. അതുപോലെ സംഭവിച്ചു പ്രിയരെ. താൻ പറഞ്ഞ പ്രവചനം പോലെ തന്നെ മഴ നിന്നുപോയി, മഞ്ഞ് നിന്നുപോയി, ധാന്യമില്ല, ക്ഷാമം നേരിടുകയാണ്. എന്നാൽ യാക്കോബ് അതിനെടുത്തു പറയുകയാണ്, താൻ വീണ്ടും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ താൻ വീണ്ടും മഴയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. ധാന്യം വിളയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യാക്കോബ് അപ്പോസ്തലൻ 5-ാം അധ്യായത്തിൽ 17 വാക്യത്തിൽ എടുത്തു പറയുന്നു, താൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ ഉണ്ടായി, പിന്നുമതാ ധാന്യം വിളഞ്ഞു. അവിടെ ക്ഷാമം മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയരെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വിടുതലുകൾ സംഭവിച്ചു. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, തകർച്ചകൾ നേരിടും. എന്നാൽ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത്.
ഈ മാസകാലം നടക്കുന്ന പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമായി തീരും. ഇതിൻ്റെ റിസൾട്ട് ഭയങ്കരമായി വരാൻ പോകുന്ന ദിനങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ടിടയായിത്തീരും. ഒരിക്കലും വേസ്റ്റായി തീരുകയില്ല. ഈ തകർച്ചയുടെ നടുവിലും വേദനയുടെ നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ടായിരിക്കാം. ഈ ഭക്തന്മാരെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. തകർച്ച അനുഭവിച്ച യോബ് പ്രാർത്ഥിച്ചു, ദൈവം അവന് മറുപടി കൊടുത്തു. നമുക്ക് സമസ്വഭാവ മനുഷ്യൻ എലിയാവ് പ്രാർത്ഥിച്ചു, മറുപടി കൊടുത്തു. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരു മനുഷ്യനെ പോലെ ഈ ലോകത്തിൽ വന്നു. നമ്മുടെ കർത്താവ് തൻ്റെ താഴ്ചയിൽ തൻ്റെ പിതാവിനോട് അപേക്ഷിച്ചു. അതിനെല്ലാം മറുപടി കിട്ടി. ഇതിന് നമുക്കും പ്രാർത്ഥിക്കാം. ഇതാണ് നമ്മുടെ മാതൃക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അതിനുവേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നശിച്ചു പോകുന്ന മക്കളെ ചൊല്ലിക്കരയാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. നശിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കാം. തകർച്ചയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കും. നമ്മുടെ ദേശത്തിൻ്റെ ഉണർവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളിടയിൽ ഒരു ഉണർവ് സംഭവിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. കർത്താവിൻ്റെ വാഗ്ദത്തം അതാണ്. അന്ത്യകാലമാണിത്. ഒരു അന്ത്യകാല ഉണർവ് കുഞ്ഞുങ്ങളുടെ സംഭവിക്കണമെങ്കിൽ പ്രാർത്ഥന വളരെ ശക്തമായേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രാർത്ഥന മാസം നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഉണർവ് കൊണ്ടുവരും. കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യുവജനങ്ങളുടെ നടുവിൽ, അത് മുഖാന്തര സഭകൾക്ക്, ദേശങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് വളരെ ഉണർവ് സംഭവിക്കും. ഈ ദിനങ്ങളിൽ ഉണർവിൻ്റെ കാലഘട്ടമാണ്. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആ ശക്തി ലഭിക്കേണ്ടതിന് യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. അവർ അങ്ങനെ കാത്തിരുന്നു. മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ശക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാം ആശ്ചര്യപ്പെട്ടു, ഇതെന്താ സംഭവിക്കുന്നത്? പത്രോസ് പറഞ്ഞു, ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തിയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അവിടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകൾ ശക്തരായ ഹല്ലേലൂയ പ്രവാചകിമാരായി തീരട്ടെ. വചനം പറയുന്നു, ഫിലിപ്പോസിന്റെ പെൺമക്കൾ കന്യകമാരായ പ്രവാചകിമാരായിരുന്നു. പുരുഷൻ തൊടാത്ത കന്യകമാരായ പ്രവാചകിമാരായ നമ്മുടെ മക്കൾ അപ്രകാരം വിശുദ്ധിയോടെ അഭിഷേകത്തോടെ തലമുറയായി പുറത്തു വരേണ്ടതിനായി കർത്താവെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി തീരാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു കർത്താവ് സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.